സോണിയാഗാന്ധിയും കരുണാകരനും തമ്മിൽ അകലാനുണ്ടായ കാരണം പത്മജ വേണുഗോപാലിൻ്റെ അതിൽ 2-3 സെൻറ്റൻസുകൾ എടുത്ത് പറഞ്ഞാൽ നമുക്ക് എങ്കിലും പത്മജ വേണുഗോപാലിൻ്റെ ഒരു ചോദ്യം പ്രസക്തമാണ്. ലീഡർ കെ കരുണാകരന് മകൾക്കൊരു സീറ്റ് വേണമായിരുന്നുവെങ്കിൽ സോണിയാഗാന്ധിയോട് നേരിട്ട് പറയാൻ ബന്ധമുണ്ടായിരുന്നു. ലീഡർ കെ കരുണാകരനോട് അകലുന്നു. അങ്ങയുടെ ഈ പുസ്തകത്തിലൊരു അധ്യായമാണ് ലീഡറോട് അകലുന്നു. വെടിവെപ്പ് നടന്നല്ലേ, ഒരാൾ ചത്തില്ലേ, താനൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ലീഡർ ആന്റണി കൈകാര്യം ചെയ്തോട്ടെ. അതിലൊരു രഹസ്യ അമ്പില്ലേ മാഷേ? അല്ല, ഞാൻ അത് പിന്നെ പലതും കാണാമായിരിക്കും. അല്ല, അങ്ങ് ഈ പുസ്തകത്തിൽ എഴുതിയ വാചകം ഞാൻ വായിച്ചതാണ്. ലീഡർ പറയുന്നത് കേൾക്കാതെ മന്ത്രിയായ കെ.വി. തോമസ് തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എ.കെ. ആന്റണി മന്ത്രിസഭ നേരെ ചൊവ്വേ പോകരുത് എന്ന് കെ കരുണാകരന് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. കെ മുരളീധരൻ പലതവണ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ പത്മജ വേണുഗോപാൽ അന്നൊന്നും പോയിട്ടില്ല. പത്മജ വേണുഗോപാൽ അന്നും ഇല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പത്മജ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങക്ക് പിണറായി വിജയനുമായി മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നല്ല ബന്ധമാണെന്ന് അത് അങ്ങ് തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ പരാജയത്തിന് ശേഷം, ഇടതുപക്ഷ മുന്നണിയുടെ വലിയ പരാജയത്തിന് ശേഷം ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളും ഇടക്കിടക്ക് വിളിക്കാറുണ്ട്, കാണാറുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്? എന്താണ്? ഇന്ദ്രപ്രസ്ഥത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ ഇടനാഴികളിൽ വിരാജിച്ചിരുന്ന ഒരു കുമ്പളങ്ങിക്കാരൻ പ്രൊഫസർ കെ.വി. തോമസ് മാഷ്. തോമസ് മാഷിന്റെ ഒരു പുസ്തകം വിവാദമായിട്ടുണ്ട്. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക്. നേഷൻ ഫെസ്റ്റിൽ ഇന്ന് അതിഥി പ്രൊഫസർ കെ.വി. തോമസ് ആണ്. മാഷെ നമസ്കാരം. പക്ഷേ പുതിയ പുസ്തകം അങ്ങയുടെ ഓർമ്മക്കുറിപ്പുകൾ ചേർത്ത് വെച്ചുകൊണ്ട് മന്ദാരം പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അങ്ങയുടെ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പത്മജ വേണുഗോപാൽ അതിൻ്റെ പ്രതികരണവുമായി എത്തി. സോണിയാഗാന്ധിയും കരുണാകരനും തമ്മിൽ അകലാനുണ്ടായ കാരണം പത്മജ വേണുഗോപാലിൻ്റെ സീറ്റിനെ സംബന്ധിച്ച ചർച്ചയായിരുന്നുവെന്ന് അങ്ങ് ഈ പുസ്തകത്തിൽ എഴുതി പോയിട്ടുണ്ട്. സത്യത്തിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നെങ്കിൽ വിജയിക്കേണ്ടിയിരുന്നൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു വലിയ പരാജയത്തിൻ്റെ ഒരു ആഘാതത്തിൽ നിൽക്കുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം? അത് ശരിയല്ലേ? സത്യത്തിൽ ഇത് പുതിയ ഒരു കാര്യമല്ല. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഈ പുസ്തകത്തിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്, കലാകൗമുദി ഉൾപ്പെടെ. അപ്പോൾ ഇത് ഇന്ന് വന്ന് പൊട്ടി വീണതല്ല, ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പത്മജ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാനില്ല. പക്ഷേ ഞാൻ പത്മജ ഇതിൻ്റെ പരിപാടിക്ക് വിളിച്ചിരുന്നു, റിലീസിന് വിളിച്ചിരുന്നു. അന്ന് ഇതിൻ്റെ ഡ്രാഫ്റ്റും അയച്ചു കൊടുത്തു. വാട്സപ്പായിട്ട് അത് കണ്ടോയില്ലെന്ന് എനിക്കത് വാട്സപ്പായിട്ട് അയച്ചു. അതുകൊണ്ടായിരിക്കുമല്ലോ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പേ അവർ ആ പോർഷൻ വായിച്ചു എന്ന് പറഞ്ഞു. വായിച്ചത് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് മാതൃഭൂമിയിലെ കമൻറ്റ് വന്നതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടായത്. അല്ല, അതിനു മുമ്പൊന്നും പറഞ്ഞില്ല. പ്രശ്നം ഉണ്ടായതിനു ശേഷം എന്നെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം മാത്രം ഞാൻ വായിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങളുടെ വായിച്ചു കാണുമായിരിക്കും. അത് വളരെ കുറച്ച് ഇതല്ലേ, ഒരു പാരഗ്രാഫ് പോലും ഉള്ളതല്ല. അപ്പം ഞാൻ എഴുതിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെ, അതിലൊരു സ്ഥലത്തും കരുണാകരനെയോ കുടുംബത്തെയോ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ വലിയൊരു പുസ്തകത്തിൽ 480ഓളം പേജുണ്ട്. അതിൽ 2-3 സെൻറ്റൻസുകൾ എടുത്ത് പറഞ്ഞാൽ നമുക്ക് അതൊരു വിമർശനമായിട്ട് കാണാൻ കഴിയും. മൊത്തമായ പുസ്തകത്തെ കണ്ടാൽ തീർച്ചയായിട്ടും ഞാൻ ലീഡറെയും കുടുംബത്തെയും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവതരിപ്പിക്കാൻ ഉത്തരവാദിത്വം എനിക്കുണ്ട്, കാരണം വളരെ കടപ്പെട്ട ഒരു ഫാമിലിയാണ്. എങ്കിലും പത്മജ വേണുഗോപാലിൻ്റെ ഒരു ചോദ്യം പ്രസക്തമാണ്. ലീഡർ കെ കരുണാകരന് മകൾക്കൊരു സീറ്റ് വേണമായിരുന്നുവെങ്കിൽ സോണിയാഗാന്ധിയോട് നേരിട്ട് പറയാൻ ബന്ധമുണ്ടായിരുന്നു. അത് നേരിട്ടല്ല പറഞ്ഞത് എന്ന് അങ്ങ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. അതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിച്ചാലേ കാര്യം മനസ്സിലാവുള്ളൂ. എന്തായിരുന്നു കോണ്ടെക്സ്റ്റ്? അല്ല, ഞാനത് വായിച്ചു, എങ്കിലും പ്രേക്ഷകർക്കുള്ള അത് ആ കോണ്ടെക്സ്റ്റ് പൂർണ്ണമായി കണ്ടാൽ അങ്ങനെ ഒരു ആരോപണം പറയത്തില്ല. എങ്ങനെ ഉണ്ടായത് ആ സംഭവം? അന്ന് തെന്നല ബാലകൃഷ്ണ സാറാണ് KPC പ്രസിഡന്റ്. അദ്ദേഹം എല്ലാവരുമായി കൺസൾട്ട് ചെയ്തൊരു പാനൽ ഉണ്ടാക്കി. അങ്ങനെ പാനലുണ്ടാക്കിയ സന്ദർഭത്തിലാണ് ശിവശങ്കർ, മുൻ സുപ്രീം കോടതി ജഡ്ജി, HRDയുടെ മിനിസ്റ്റർ, അദ്ദേഹമാണ് ഒബ്സർവർ. അദ്ദേഹം അന്ന് KTDCയുടെ കോവളം കോംപ്ലക്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ലിസ്റ്റ് കൊടുത്തു. അത് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്നൊരു മെസ്സേജ്. പിന്നീടാണ് ആ മെസ്സേജ് ആരുടെ എന്ന് പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ ടെൻജൻപത്തിലായിരുന്നാണ് പിന്നീട് അറിയുന്നത്. അതിൽ പറഞ്ഞു പത്മജ വേണുഗോപാലിനെ കൂടി ഉൾപ്പെടുത്തണം, കാരണം KPC ലിസ്റ്റിലുണ്ടായിരുന്നില്ല. ഇതാണ് ഒരു ഭാഗം. അത് കഴിഞ്ഞ് അന്ന് നമ്മുടെ ത്രിമൂർത്തികളുണ്ടല്ലോ, തിരുത്തൽവാദികൾ, അവരെങ്ങനെയോ ഇത് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരിത് തെന്നൽ സാറിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത്
ഡൽഹിയിൽ ശ്രദ്ധപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സീറ്റ് ചർച്ച തുടങ്ങിയപ്പോൾ ഞങ്ങളാരും അകത്തില്ല, പുറത്തുണ്ട്. അപ്പോൾ സീറ്റ് ചർച്ചയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ ലീഡറുമായിട്ട് സംസാരിച്ച് ഓരോ സീറ്റിൽ നമ്മൾ എന്ത് വേണം എന്നൊക്കെ വെച്ചതാണ്. അങ്ങനെ പക്ഷേ സീറ്റ് ചർച്ച വന്നപ്പോൾ AICCയുടെ ലിസ്റ്റിൽ പത്മജ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പം ലീഡർക്കൊരു ഇറിറ്റേഷനായിട്ട് ഉണ്ടായി എന്നാണ് പിന്നെ. കാരണം അങ്ങനെ ചർച്ച മുന്നോട്ട് പോകുന്നില്ല. ചാലക്കുടി വന്നപ്പോഴാണ് പത്മജ ഉദ്ദേശിച്ചിരുന്നത്, ആരും പറഞ്ഞുമില്ല, ഞാൻ മനസ്സിലാക്കി. അതൊരു തർക്കത്തിലേക്ക് പോവുകയും പ്രശ്നങ്ങൾ മുന്നോട്ട് പോകാതെ അപ്പോഴാണ് ഗുലാം നബി ആസാദ്, അഹമ്മദ് പട്ടേലൊക്കെ ഉള്ള സമയം. അപ്പോൾ അവരെന്നോട് പറയുന്ന മാഷെ ഇത് തീർക്കണ്ടേ, നമുക്ക് പത്മജയെ വെക്കാം, പക്ഷേ സോണിയാജിയോട് പറയണം. അതാണ് എൻ്റെ കോൺടെക്സ്റ്റ്. അല്ല സോണിയാജിയോട് പറയാൻ ഞാനൊന്നുള്ളല്ല, മാഷ് പോയെന്ന് സംസാരിക്കും. അപ്പോൾ ഞാൻ ചെന്നു, ഞാൻ പറഞ്ഞു മാഡം ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു, എല്ലാവരുടെ അഭിപ്രായം പത്മജയ്ക്ക് സീറ്റ് കൊടുക്കുന്നതാണ് അഭിപ്രായം. അപ്പോൾ സോണിയാജി ദേഷ്യപ്പെട്ടു. സോണിയാജി പറഞ്ഞു പ്രൊഫസർ കൂടി ഉള്ള സന്ദർഭത്തിൽ ഞാൻ കരുണാകരനോട് ചോദിച്ചതാണ്, അത് യഥാർത്ഥം ഞാൻ കൂടി ഉള്ളപ്പോൾ 10-10 ഞങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചതാണ്, മകൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ ലീഡർ പറഞ്ഞത് ഒരു കുടുംബിനിയാണ്, അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഓഫീസ് മിസ്യൂസ് ചെയ്തു സോണിയാജിയുടെ. സോണിയാജി സെക്രട്ടറി മാധവൻ വഴി പോയി എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. അത് ശരിയല്ല. പിന്നെ നിങ്ങൾക്കെല്ലാം തോന്നണം ഈ ഇലക്ഷൻ ജയിക്കണമെങ്കിൽ പത്മജയ്ക്ക് കൊടുത്തു, പക്ഷെ ഞാൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തില്ല, എനിക്കൊരു വാക്കേ ഉള്ളൂ എന്ന് ആണ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് ഞാൻ ഇപ്പം പറയുന്നതല്ല, ഇത് എൻ്റെ ഈ പല ആർട്ടിക്കിൾസിലും ഇതിനു മുമ്പുള്ള കൊടുത്തിട്ടുണ്ട്. അന്നും ആരും ഒന്നും ക്വസ്റ്റ്യൻ. അതായത് 10ാം നമ്പർ ജന്മത്തിലെ വീട്ടിൽ നിന്ന് വിളിച്ചത് സോണിയാഗാന്ധിയുടെ അറിവോടെ ആയിരുന്നില്ല. എങ്ങനെ ആദ്യം വന്ന വിളിയുണ്ടല്ലോ പത്മജിയെ, അതാണല്ലോ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, അത് ഈ പുസ്തകം വായിക്കാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ചോദ്യം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധിയുടെ അറിവില്ലാതെ മാധവൻ പറഞ്ഞു. മാധവനെ തൃശ്ശൂർക്കാരനാണ്, എങ്ങനെ ആരൊക്കെ കരുണാകരന്റെ ഇൻഫ്ലുവൻസ് വെച്ച് മാധവൻ വിളിച്ചു പറയുകയാണ് പത്മജിയുടെ പേര്. എന്തോ ആണ് നമുക്ക് കൃത്യമായിട്ട് അതറിയുന്നത്. പക്ഷെ ഉണ്ടായ സംഭവം അത് ആരെങ്കിലും കുറ്റപ്പെടുത്തലല്ല, ഇത് രാഷ്ട്രീയ ജീവിതത്തിൽ വന്ന കാര്യങ്ങളാണ്. അല്ലാതെ പുതുതായിട്ടൊരു സംഭവമല്ല എൻ്റെ അകത്തുള്ളത്. അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അല്ലാതെ അതൊരു ആരെങ്കിലും ചെറുതാക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇപ്പം ലീഡർ എന്നെക്കാൾ വലിയ ആളാണ്, ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ലീഡർക്ക് ഒരു സീറ്റ് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം എന്നുള്ളതും യാഥാർത്ഥ്യം. പക്ഷെ ഇങ്ങനെയാണ് അന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ. എന്തുകൊണ്ടായിരിക്കും ലീഡർ അപ്പോൾ മക്കളോട് വലിയ സ്നേഹമുള്ള അച്ഛനായിരുന്നു, എന്തുകൊണ്ടായിരിക്കും മകളുടെ പേര് സോണിയാഗാന്ധിയോട് നേരിട്ട് ലീഡർ പറയാതിരുന്നത്? നമുക്കറിയില്ല. എങ്കിലും ലീഡറുടെ ഒരു നോട്ടം പോലും മനസ്സിലാക്കുന്ന അതെന്തുകൊണ്ടാണ് നമുക്കറിയില്ലല്ലോ. ലീഡർ എന്തുകൊണ്ട് നേരിട്ട് പറഞ്ഞില്ല? ചില കാര്യത്തിലൊക്കെ ലീഡർ അങ്ങനെ പറയില്ലല്ലോ, പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പലപ്പോഴും. അതുകൊണ്ടായിരിക്കാം. പക്ഷേ ലീഡർക്ക് മക്കളോട് മാത്രം ഞങ്ങളോടൊക്കെ സ്നേഹമാണ്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ ചെന്നാൽ ലീഡർ കൂടെ 9 കൃഷ്ണമേനോൻ മാർക്കിലാണ് താമസിക്കുക, കേരള ഹൗസിലെ എൻ്റെ ക്വാർട്ടേഴ്സിലെ അല്ല. അത്രമാത്രം സ്നേഹം നമ്മളോടെല്ലാം ലീഡർ കാണിച്ചു. ലീഡർ കെ കരുണാകരനോട് അകലുന്നു, അങ്ങയുടെ ഈ പുസ്തകത്തിലൊരു അധ്യായമാണ് ലീഡറോട് അകലുന്നു. അതൊരു ഹെഡ്ലൈൻ കൊടുത്തെന്ന് മാത്രമല്ല. അല്ല, എങ്കിലും ചോദ്യമാണ്. ഞാൻ ഇന്ന് രാവിലെയാണ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഒരു 11-12 മണിയോട് കൂടി 4 മണിക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു പുസ്തകം, എൻ്റെ പ്രതീക്ഷ അങ്ങയുടെ ഭാര്യയെക്കുറിച്ച് എഴുതിയ പുസ്തകം അങ്ങ് എനിക്കൊരിക്കൽ ഗിഫ്റ്റ് തന്നിരുന്നു, ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അത്രയുള്ളൊരു പുസ്തകമാണെങ്കിൽ ഓടിച്ച് വായിക്കാമെന്നായിരുന്നു. ഈ പുസ്തകം വായിച്ച് തീർക്കാനുള്ള സമയം കിട്ടില്ലെങ്കിലും കുറച്ച് അധ്യായങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ച് പോയപ്പോൾ അതിൽ കൃത്യമായി അങ്ങ് അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അങ്ങയുടെ ഇന്റർവ്യൂ എടുക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനോട് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞ ചോദ്യമാണ്. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കെ കരുണാകരൻ്റെ കൈപിടിച്ച് വളർന്നു വന്ന, അല്ലെങ്കിൽ കെ കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്ന തോമസ് മാഷ്, ഒരു റിട്ടയർഡ് പ്രൊഫസറെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങ് വളരെ പെട്ടെന്നായിരുന്നു അങ്ങയുടെ രാഷ്ട്രീയത്തിലെ വളർച്ച. പിന്നീട് എന്തുകൊണ്ടാണ് കരുണാകരൻ്റെ ഗ്രൂപ്പിൽ നിന്നും മാറിയത്? ഞാൻ ഗ്രൂപ്പിൽ നിന്ന് മാറിയതല്ല, ചില കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം. ഉദാഹരണമായിട്ട് ആൻ്റണി മന്ത്രിസഭ പോയത് 2001 ഞാൻ MLA ആകുന്നത്. ഞാൻ പ്രജയാര കേസിൽപ്പെട്ട് പരാജയപ്പെട്ട് പിന്നെ ആ കേസിൽ എനിക്ക് നിരപരാധിയായി വന്നു. ഇപ്പോൾ 2001 തിരഞ്ഞെടുപ്പ് വന്നു, എന്നെ സ്ഥാനാർത്ഥിയാക്കി എറണാകുളത്താക്കി ലീഡർ തന്നെ. അന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടായത് ആൻ്റണിക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ഞാനില്ല, ക്രിസ്ത്യൻ. അപ്പോൾ എനിക്ക് മനസ്സിലായത് അതെന്താ. അപ്പം ഞങ്ങളെല്ലാം ഡൽഹിയിലുണ്ട്. അന്ന് KPC പ്രസിഡന്റ് മുരളിയാണ്. ലീഡർ വീട്ടിൽ 9 കൃഷ്ണമേനോൻ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു. ആൻ്റണി മുഖ്യമന്ത്രി വന്ന് കണ്ടു. അത് കഴിഞ്ഞ് ആൻ്റണിയുടെ കൂടെ മുരളിയും പോയി കേരള ഹൗസിലേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആൻ്റണിക്ക് ഉമ്മൻചാണ്ടിയെ മന്ത്രിസഭയിൽ എടുക്കണം. ആ ഒരു പശ്ചാത്തലത്തിൽ മാഷിനെ എടുക്കാൻ പറ്റില്ല, അതാണ് എൻ്റെ പ്രശ്നം. അപ്പം ലീഡർ പറഞ്ഞു, മാഷിനെ എടുക്കുന്നില്ലെങ്കിൽ
നമുക്കാർക്കും വേണ്ട, ഐക്യ വേണ്ട. അത്ര കർക്കശമായ സമീപനം എടുത്തത്. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി UDF കൺവീനറായിട്ട് മാറി എന്നെ എടുത്തു. അപ്പം എനിക്ക് അത്ര കടപ്പാടുമൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചില പ്രതിബദ്ധതകളും കാഴ്ചപ്പാടുകളും കൂടിയുണ്ട്. അപ്പോൾ ആ ഗവൺമെൻറ് മുന്നോട്ട് പോകേണ്ടതിൽ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ കാരണം മുരളീധരൻ KPC പ്രസിഡൻ്റായി. അത് തെന്നല സാറിനെ ആ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് തെന്നല സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് മുരളി വരുന്നത്. ലാസ്റ്റ് മിനിറ്റിലാണ്. കാരണം മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആൻ്റണിയുടെ വരവ് കുറച്ച് സ്മൂത്താകണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചു. ഗവൺമെൻറ് വന്ന് ഞാൻ വളരെ ലൈറ്റ് 2 വകുപ്പ് എടുത്തത്. ഒന്ന് ഫിഷറീസ്, മറ്റൊന്ന് ടൂറിസം. അത് രണ്ടും അന്ന് വലിയ താല്പര്യമുള്ളതായി. പക്ഷേ ലീഡർ ഐ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി എന്നതിൽ പ്രതീക്ഷിച്ച് ഞാൻ ഫൈനാൻസോ അങ്ങനെ ഏതെങ്കിലും ചോദിക്കുമെന്നാണ് എന്നോടാണ് ആദ്യം ആന്റണി ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് മതി. കാരണം ഞാനൊരു ഫ്രഞ്ചുകാരെ കേസിൽ പെട്ട് ഒത്തിരി കുഴപ്പത്തിൽ പോയാണ്. ഇനി മറ്റൊരു കുഴപ്പത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെ മതി, ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യകാലത്ത് ശക്തമായ ഗ്രൂപ്പുണ്ടായിരുന്നു. ആൻ്റണിയെ പരമാവധി അടുപ്പിക്കരുത്. ഇങ്ങനെ ഇവിടെ ഞാൻ ടൂറിസം മന്ത്രി എന്നതിൽ വലിയൊരു ഫെസ്റ്റിവൽ നടത്തി മറൈൻ ഡ്രൈവിൽ. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ആൻ്റണി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഇരിപ്പുണ്ട്. പക്ഷേ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ലീഡറാണ്. വലിയ പരിപാടിയാണ്. അന്ന് എറണാകുളത്തെ പല പത്രക്കാരോട് പറഞ്ഞു, മാഷ് ലീഡറോട് കടപ്പാടുണ്ട്, പക്ഷെ മുഖ്യമന്ത്രിയാണ്, ഭരണരംഗത്ത് മാഷ് ഇത് ചെയ്യരുത്, ഇത് ഒരു കാലഘട്ടത്തിൽ മാഷ് ചോദിച്ചു. അപ്പോൾ അതെനിക്കൊരു റെലവൻ്റായിട്ട് തോന്നി. മുഖ്യമന്ത്രിയായിട്ട് കാണും, ലീഡറുടെ പ്രാധാന്യം നിലനിർത്തി. അങ്ങനെ ഞാൻ അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നീടുണ്ടായത് വിഴിഞ്ഞം വെടിവെപ്പ്. അന്ന് എറണാകുളം ടൗൺ ഹാളിൽ ലീഡറുണ്ട് ഒരു മീറ്റിംഗ് ഞങ്ങൾ പങ്കെടുക്കുകയാണ്. ഞാൻ മീറ്റിംഗ് ലീഡറോടൊപ്പം ഉണ്ട്. അന്ന് മൊബൈലൊന്നും ഇല്ല. അവർ പോലീസുകാരൻ എന്നോട് പറഞ്ഞ് CM വിളിക്കുന്നുണ്ട് മാസ്റ്റർ ലാൻഡ് ടെലിഫോൺ. അപ്പോൾ അവിടെ ലാൻഡ് ടെലിഫോൺ ഉണ്ട് ടൗൺ ഹാളിൽ, ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ആൻ്റണി ഒരു മാഷെ വെടിവെപ്പ് നടന്നു, കമ്മീഷണറാണ് വെടിവെച്ചത്, പ്രശ്നമാണ്, മാഷ് വരണം. ഒന്നും ഞാൻ കൈകാര്യം ചെയ്തു. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റി എനിക്ക് ഏറ്റവും അറിയുന്ന മന്ത്രിയാണല്ലോ അവിടെ എനിക്കറിയാം അവിടെ കടത്തിയതിനും കൂടി. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് ലീഡറോട് ഞാനൊന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ലീഡർ പറഞ്ഞു വെടിവെപ്പ് നടന്നല്ലേ? ഞാൻ പറഞ്ഞു വെടിവെപ്പ് നടന്നു, ഒരാൾ ചത്തില്ലേ, താനൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ലീഡർ ആൻ്റണി കൈകാര്യം ചെയ്തോട്ടെ. അതിലൊരു രഹസ്യ അമ്പില്ലേ മാഷേ? അല്ല ഞാൻ അണ്ട അത് പിന്നെ പലതും കാണാമായിരിക്കും. അല്ല അങ്ങ് ഈ പുസ്തകത്തിൽ എഴുതിയ വാചകം ഞാൻ വായിച്ചതാണ്. കരുണാകരൻ പറയുന്നു മാഷ് ഇവിടെ ഇരിക്കൂ, വെടിവെപ്പ് നടന്നല്ലേ, ഒരാൾ മരണപ്പെട്ടു, അങ്ങ് മാഷ് പോകണ്ട എന്ന് കരുണാകരൻ അങ്ങയോട് പറയുമ്പോൾ മന്ത്രിയായിരിക്കുന്ന അങ്ങയെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ടാണ് CM ഇത് പറയുന്നത്. മന്ത്രി പോലും അല്ലാത്ത ലീഡർ കരുണാകരൻ ഒരു കോൾ വരുന്നതിന് മുമ്പ് ഇത് അറിഞ്ഞെങ്കിൽ കരുണാകരൻ അത് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നല്ലേ? അല്ലല്ല, ലീഡർക്ക് എന്ത് സംഭവങ്ങൾ നടന്നാലും അറിയിക്കാൻ ആളുണ്ട്. അല്ല ലീഡർ പ്ലാൻ ചെയ്തൊന്നുമല്ല. പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ അത് ശരിയല്ലോ. ലീഡർ എന്ത് സംഭവം അറിയുന്ന ആളെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അല്ലാതെ ലീഡർക്ക് ഇത് മുൻകൂട്ടി ധാരണ ഉണ്ടായിരുന്നു പറ്റുന്ന ലീഡർക്ക് ഇങ്ങനെ അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ലീഡർക്ക് ഇങ്ങനെ എന്ത് നടന്നാലും അപ്പം ലീഡർക്ക് വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. അത് ലീഡർ വലിയൊരു കഴിവ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും SIമാരെ പേര് പറയാൻ കഴിയുന്നൊരു ലീഡറാണ് കരുണാകരൻ. അപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോയി പ്രശ്നങ്ങൾ ഭംഗിയായിട്ട് സെറ്റിൽ ചെയ്തു. വലിയ ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ അത് ലീഡർക്ക് അത്ര അങ്ങോട്ട് ലീഡർ പറയുന്നത് കേൾക്കാതെ മന്ത്രിയായ KV തോമസ് പിന്നെ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ലീഡറുടെ കൂടെ കുറേ മന്ത്രിമാരുണ്ട്. ബുധനാഴ്ചയാണ് ക്യാബിനറ്റ് നടക്കുന്നത്. ലീഡർ നമുക്ക് ചൊവ്വാഴ്ച ഒന്ന് കൂടി വയലൊക്കെ ഒന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞു ലീഡറെ അതെന്തിനാണ്, ലീഡർക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. മറ്റത് ക്യാബിനറ്റ് മുന്നോട്ട് പോകണ്ടേ, എല്ലാവരും സഹകരിച്ചാലേ ക്യാബിനറ്റ് മുന്നോട്ട് പോകുള്ളൂ. അതിന് തടസ്സമുണ്ടാക്കുന്ന രീതി നമ്മുടെ പോകുന്നത് ശരിയല്ല. മാത്രമല്ല മുരളിയാണ് KPC പ്രസിഡന്റ്. ലീഡർ ആൻ്റണിയെ കൂടി വിശ്വാസത്തിലെടുത്താൽ മുരളിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ആൻ്റണി പ്രൊട്ടക്റ്റ് ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അതൊക്കെ ഞാനിതൊക്കെ തുറന്നു പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. AK ആന്റണി മന്ത്രിസഭ നേരെ ചൊവ്വേ പോകരുത് എന്ന് കരുണാകരന് നിർബന്ധം ഉണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ലീഡർ അങ്ങനൊരു തോന്നുന്നത് തെറ്റ് ഞാൻ പറയില്ല. കാരണം ലീഡർ ആദ്യ കാലഘട്ടം മുതൽ A ഗ്രൂപ്പ് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജൻ കേസ് വരുന്നു, അതിൻ്റെ പേരിൽ ലീഡർ രാജിവെക്കേണ്ടി വന്നില്ല. ചാര കേസ് വരുന്നു, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ലീഡറുടെ രാഷ്ട്രീയം അതുപോലെ അച്യുതമേനോൻ ഗവൺമെൻറ് വരുമ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ കരുണാകരന് മന്ത്രിസഭ ചേരാൻ കഴിഞ്ഞില്ല. കാരണം ചേർന്ന
കർണാടകം ആഭ്യന്തരമന്ത്രി, ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എ ഗ്രൂപ്പുമായിട്ടൊരു ഫ്രിക്ഷനുണ്ട്. അത് ആൻ്റണിയുടെ വ്യക്തിപരമാണെന്ന് ഞാൻ പറയില്ല, ഒരു ഫ്രിക്ഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവും ലീഡർക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ഒരു ചിന്താഗതിൻ്റെ അടുത്ത് വരാം. ഓക്കെ, പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് തിരിച്ചു വരാം. ഫയലുകളെല്ലാം നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലീഡർ അത് വേണ്ട, നമുക്ക് സഹകരിക്കും. ലീഡർക്ക് ഏതെങ്കിലും സ്പെഷ്യൽ കാര്യമുണ്ടെങ്കിൽ നമുക്ക് അത് ആലോചിക്കാം. അങ്ങനെയാണ് ആ മൂവ്മെൻറ്റ് നിന്നുപോയി. ഓക്കെ, പിന്നെ ഞങ്ങൾ കൂടിയിട്ടില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം മുരളി വളർന്നു വരിക, KPC പ്രസിഡന്റ് ചെറിയ കാര്യമല്ല. ആ ആൻ്റണിക്കൊരു ഗുണം ഞാൻ അന്നും ഇന്നും കാണുന്നു, വിശ്വസിക്കാൻ പറ്റും. പറഞ്ഞത് ഉറച്ചു നിൽക്കും. സ്വാഭാവികമായിട്ടും ആൻ്റണിയുടെ കരങ്ങളിൽ മുരളി സുശക്തമാണ്, സംരക്ഷിക്കപ്പെടും. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇതൊരു കാഴ്ചപ്പാടിലാണ് ഞാനത് ആ ഒരു നിലപാടെടുത്തത്. ലീഡർ പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു, DAC ഉണ്ടാക്കുന്നു. അങ്ങയോട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു DACയിലേക്ക്? ചർച്ചയുണ്ടായിരുന്നു. ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിയല്ല, നമ്മുടെ പാർട്ടി വിട്ടുപോകരുത്, ഇതിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കണം. ഇത് നമ്മുടെ പാർട്ടിയാണ്. സത്യം പറഞ്ഞാൽ കരുണാകരന് കൂടി ഇൻവോൾവ്മെൻ്റ് പാർട്ടിയല്ലേ. ദേശീയ തലത്തിൽ പിളർപ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ നിലനിർത്തിയ ഒരാളല്ലേ അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഇത് ചെയ്യരുത്. പക്ഷേ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സോണിയാഗാന്ധി എന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നൊരു തോന്നുന്നു, ഡൽഹിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നൊരു തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നു ലീഡർ ആ നിലപാടെടുക്കാൻ കാരണം. പത്മജ വേണുഗോപാൽ എന്നോട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, കരുണാകരൻ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ടുണ്ട്, മുരളീധരൻ പലതവണ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ പത്മജ വേണുഗോപാൽ അന്നൊന്നും പോയിട്ടില്ല. പത്മജ വേണുഗോപാൽ അന്നും എന്നും കോൺഗ്രസ്സുകാരി ആയിരുന്നു ഒരു കാലഘട്ടം വരെ എന്നുള്ളത്. പത്മജ വേണുഗോപാലിൻ്റെ നിലപാട് എന്തായിരുന്നു ആ സമയത്ത്? വ്യക്തതയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പത്മജ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന നിലപാടായിരുന്നു എന്നാണ് ഞാനന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. മുരളീധരൻ്റെ നിർബന്ധമായിരുന്നോ പാർട്ടി വിടണം? അല്ല, അന്ന് വന്ന പല സാഹചര്യങ്ങളും, ഒരു സാഹചര്യങ്ങളില്ല, പല സാഹചര്യങ്ങൾ കൂടിയപ്പോഴാണ് ആദ്യം NCPയുടെ കൂടെ ചേരാൻ തീരുമാനിച്ചു. ഇടത് മുന്നണിയിലേക്ക് പോയി. പിന്നെ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ സ്വന്തം പാർട്ടി ഉണ്ടാക്കി. അതും രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി. അല്ല, വരാൻ ആഗ്രഹമുണ്ട്. ലീഡർ ബേസിക്കലി കോൺഗ്രസ്, അത് കോൺഗ്രസിൻ്റെ ഒരു മൈൻഡാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞാനിപ്പോൾ ഈ ഒരു നിലപാടെടുക്കുമ്പോൾ CPMൽ ചേർന്നില്ല. എനിക്ക് കൊടി പിടിച്ചിട്ടില്ല, പത്മപുഷ്ടിപ്പുമില്ല. അവരുടെ ഒരു പാർട്ടി മീറ്റിങ്ങിൽ എന്നെ വിളിക്കാറില്ല, ഞാൻ പോകാറില്ല. കാരണം നമ്മുടെ മനസ്സാണ് ഒരു കോൺഗ്രസ് ബ്ലഡ് എല്ലാവരുടെ മനസ്സിൽ, ലീഡറുടെ മനസ്സിൽ ലീഡർ കോൺഗ്രസ് ബ്ലഡായിരുന്നു. അതുകൊണ്ടാണ് DIC പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ ലീഡർ ആഗ്രഹിച്ചത്. കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ KV തോമസ് മനസ്സുകൊണ്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഞാൻ കോൺഗ്രസ് ആണല്ലോ. മടങ്ങി വരാനായിട്ട് ഞാൻ കോൺഗ്രസ് വികാരമുള്ള ഒരാളല്ലേ. ഞാൻ BJPയിലോ CPMലോ ഒന്നിനും ചേർന്നിട്ടില്ലല്ലോ. ഞാൻ ചെയ്ത ജോലി എന്താ? 2022 ഡിസംബർ മുതൽ ഇപ്പോൾ വരെ ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഡൽഹിയിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി. അല്ലാതെ ഞാൻ അവിടെ CPMന് വേണ്ടി അല്ലല്ലോ വർക്ക് ചെയ്തത്, ഗവൺമെൻറ്റിന് വേണ്ടി. അങ്ങ് ആദ്യമായി പങ്കെടുത്ത ഒരു ഇടതുപക്ഷത്തിൻ്റെ വേദിയുണ്ട്. PT തോമസ് സാറിൻ്റെ മരണത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ. അതിന് ചരിത്രമുണ്ട്. ഞാനും PT വളരെ അടുത്ത സുഹൃത്തുക്കൾ. അതെ, അന്ന് രാവിലെ കൂടി അങ്ങ് വിളിച്ച് വിശേഷം തിരക്കിയിട്ടാണ് വൈകിട്ട് ഇടതുപക്ഷത്തിൻ്റെ വേദിയിലേക്ക് അങ്ങ് എത്തിയത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ രാത്രിയാണ് ഉമ്മ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നറിയുന്നത്. അപ്പോൾ എൻ്റെ വൈഫുമായിട്ട് അടുപ്പം. വൈഫിനെ വിളിച്ച് ഉമ്മ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയാണ്, നോമിനേഷൻ കൊടുക്കണം, മാഷിനോട് പറഞ്ഞേക്കണം. ഞാൻ രാത്രി വന്നപ്പോൾ വൈഫ് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ ഒന്ന് പോവാം, എന്തെങ്കിലും ഒരു പൈസ കൂടി കൊടുക്കണമെന്ന്. പക്ഷെ രാവിലെ ആയപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്ന് വരണ്ട, മാഷ ഈ തിരഞ്ഞെടുപ്പിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് എന്നെ അകത്താൻ ആഗ്രഹിക്കുന്നു. അത് ഉമ്മയല്ല, അതുമായി ബന്ധപ്പെട്ട ആളുകൾ. അത് പിന്നീട് നമുക്കത് മനസ്സിലായ ഈ ഇലക്ഷൻ നടത്ത കാലഘട്ടത്തിൽ ഇതൊക്കെ ചില ആളുകൾ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഒരു വാശി എനിക്ക് തോന്നി. ഞാനൊരു ഇലക്ഷൻ പ്രചരണത്തിന് പോലും ചെല്ലാൻ പറ്റില്ല, PTയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വികാരത്തിലാണ് അന്നാണ് ഇവിടെ ഇലക്ഷൻ പ്രചരണം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ ഞാനത്. അങ്ങ് തൃക്കാക്കരയിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നോ? എനിക്കോ? ഇല്ല, ഒരിക്കലും അങ്ങനെ. എല്ലാവർക്കും അറിയാം തൃക്കാക്കര കോൺഗ്രസിൻ്റെ കോട്ടയം, അവിടെ വേറൊരാളൊന്നും ജയിക്കാൻ നോക്കത്തില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ സീറ്റ് ആഗ്രഹിച്ചു. ഞാൻ സീറ്റ് എപ്പോഴാണ് ഞാൻ സീറ്റ് എപ്പോഴാണ് എനിക്ക് 19 പാർലമെൻറ്റ് സീറ്റ് നിഷേധിച്ചു. പിന്നീട് എന്നെ KPC ഉപാധ്യക്ഷനായിട്ട് വെച്ചു, അതും എന്നെ വെട്ടി പുറത്താക്കി. ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു തോക്കുന്ന സീറ്റ് വൈപ്പിനോ അങ്ങനെ ഏതെങ്കിലും സീറ്റ്
വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ 23 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാതെ വന്നത്. ഇതുപോലൊരു ഈവനിങ്ങിലാണ് ഞാനിവിടെ കൂടിയിരുന്ന മക്കളോട് കാപ്പ് കുടിക്കുമ്പോഴാണ് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ച് അറേഞ്ച് ചെയ്തപ്പോഴാണ് സോണിയാജി വിളിക്കുന്നത്. അപ്പോൾ ലാൻഡ് ടെലഫോണിൽ നിന്നാണ് വിളിച്ചത്. നമ്പർ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ മക്കളോട് തന്നെ ചോദിച്ചു, സോണിയാജിയാണ്, എടുക്കണോ വേണ്ടയോ? എടുത്താൽ നാളെ പത്രസമ്മേളനം നടക്കില്ല. അവർ പറഞ്ഞു എടുക്കണം, നമുക്ക് ഒരുപാട് കടപ്പാടും ബന്ധമുണ്ട്, മറക്കാൻ കഴിയില്ല. ഞാൻ എടുത്തു. അപ്പോഴാണ് സോണിയാജി പറഞ്ഞത്, നേരെ തിരുവനന്തപുരത്ത് പോകും, അവിടെ നേതാക്കന്മാരുണ്ട്, അവരോട് സംസാരിപ്പിക്കാം, അവിടെ എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എനിക്കറിയാം, ചെയ്യുമോ? ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു സീറ്റ് തന്നുകൂടെ? തോക്കുന്ന സീറ്റ്, അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ അനുസരിച്ച് നിന്നു, ഡിസിപ്ലിൻഡായിട്ട് അവിടെ നിന്നു, ഞാൻ വിട്ടൊന്നും പോയില്ല. അപ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. അത് എനിക്കത് ഏറ്റവും ബുദ്ധിമുട്ട് വന്നത് ആ തിരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ മുല്ലപ്പള്ളിയെ മാറ്റി. എന്നെന്തിനു മാറ്റണേ? എന്നോടൊപ്പം വന്ന് 2 പിന്നെ വൈസ് പ്രസിഡന്റ്മാർ, വർക്കിംഗ് പ്രസിഡന്റ്മാരുണ്ട്, സുധാകരനും സുരേഷും. അപ്പം പിന്നെ എന്നെ അടുപ്പിക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ ഈ ഗവൺമെൻറ് ചെയ്ത ഈ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്. പക്ഷേ ഈ അങ്ങ് ഇതൊക്കെ പറയുമ്പോഴും അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ വേദിയിലേക്ക് എത്തുമ്പോഴും അതിന് മുമ്പുമൊക്കെ അങ്ങ് സീറ്റ് ചോദിക്കുമ്പോഴും ഒക്കെ കോൺഗ്രസിൻ്റെ അണികളടക്കം പറയുന്ന വാചകമാണ്, കെ വി തോമസിന് മാഷിന് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ കൊടുത്തു, MLA ആക്കി, മന്ത്രിയാക്കി, കേന്ദ്രമന്ത്രിയാക്കി, MP ആക്കി, എല്ലാം കൊടുത്തില്ലേ? ഇനി പാർട്ടിക്ക് വേണ്ടി കച്ചവടമല്ലല്ലോ. ഞാൻ വെറുതെ വന്നതല്ല. 20 വയസ്സിൽ കുമ്പളങ്ങിയിൽ 7ാം വാർഡ് പ്രസിഡൻ്റായിട്ട് വന്നയാളാണ്. അവിടുന്ന് ഘട്ടം ഘട്ടമായിട്ട് DC പ്രസിഡന്റ് വരെ ആയ ആളാണ്. അതുപോലെ ഞാൻ 2001 തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തു. 84 MP ആയ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തു. 84 ഞാൻ MP ആകുമ്പോൾ എറണാകുളത്ത് 14 സീറ്റിൽ UDFന് 3 സീറ്റേ ഉള്ളൂ. ഞാൻ 2001 ഒഴിയുമ്പം 11 സീറ്റുണ്ട്. 14 സീറ്റുണ്ട്. അതാണ് സ്ഥിതി. ഞാൻ വർക്ക് ചെയ്തു. ലീഡർ തന്നെ ഇവിടെ ഐയുടെ ഒരു വലിയ ഗ്രൂപ്പ് സമ്മേളനം നടത്തിയില്ലേ? അന്ന് BJP ഒരു DC പ്രസിഡന്റാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഞാനാണ്. എല്ലാ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും എറണാകുളത്തല്ലേ നടന്നിട്ടുള്ളത്. അവിടെയൊക്കെ ഞാനല്ലേ ചെയർമാൻ. ഓക്കെ, ഞാൻ അങ്ങയോടൊരു പഴയ ചരിത്രത്തിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചു പോയ വിഷയങ്ങളാണെങ്കിലും അതിലേക്ക് പോയതാണ്. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നു ഇത് പബ്ലിഷ് ആകുമ്പോഴേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്നറിയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സ്ഥാനമൊഴിയുന്ന MLA മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ K മുരളീധരൻ വൈദ്യുതി മന്ത്രി ആയതിനു ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നൊരു ചരിത്രം കേരള രാഷ്ട്രീയത്തിലുണ്ട്. അങ്ങ് അന്ന് അവരോടൊപ്പം ഒക്കെ ചേർന്ന് നിന്ന നേതാവാണ്. ആ കഥ ഒന്ന് പറയാമോ? അന്ന് അത് KPC പ്രസിഡന്റാണ്. അപ്പോൾ പിന്നെ ആൻ്റണി മന്ത്രിസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ മുരളി വിട്ടു തന്നെ പോയേക്കാം എന്ന് പറഞ്ഞപ്പോൾ ആൻ്റണിയാണ് പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ് മുരളിയെ വൈദ്യുതി മന്ത്രിയായിട്ട് എടുക്കുന്നത്, വേറെ പ്രശ്നങ്ങൾ തീർത്തുവാൻ വേണ്ടി. വലിയ കോൺഫിഡൻസോടുകൂടിയാണ് അന്ന് മത്സരിക്കാൻ പോകുന്നത്. കുന്നംകുളത്ത്, വടക്കാഞ്ചേരി, വടക്കാഞ്ചേരി. അതായത് ഇയാളെ നമ്പൂതിരി ജയിച്ചിരുന്ന സ്ഥലം എനിക്കറിയാവുന്ന കുറച്ച്. കോൺഗ്രസ് ചിഹ്നത്തിൽ ഒരു കുറ്റിച്ചോലിനെ മത്സരിപ്പിച്ചാലും ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന മണ്ഡലം അവിടെ തോറ്റുപോയി. അതൊരു എല്ലാവരും അത്ഭുതം. പാർട്ടിയോ ജനങ്ങളോ? അതിൻ്റെ അർത്ഥം ജനങ്ങൾക്കൊരു കാഴ്ചപ്പാട്. പണിതത് പാർട്ടിയോ ജനങ്ങളോ? ജനങ്ങളാണ് ഏറ്റവും ശക്തി. അത് സംശയമൊന്നും വേണ്ട. ജനങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ ഞാനിപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച 6 പ്രാവശ്യം. ഒരു പ്രാവശ്യമേ തോറ്റുള്ളൂ. പക്ഷേ അത് ചാരക്കേസായിരുന്നു. ഫ്രഞ്ച് ചാരക്കേസിൽ ജനങ്ങളുണ്ടാക്കിയ ഇമ്പാക്റ്റ്. അതിനുശേഷം ഞാൻ അസംബ്ലി മത്സരിച്ച് 2 പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ ജനങ്ങൾക്കൊരു വോയിസ് ഉണ്ട്. ഇപ്പം ലീഡർ തോറ്റില്ലേ? ലീഡർ എങ്ങനെ തൃശ്ശൂർ തോറ്റു? ആ ഇലക്ഷൻ ഞാൻ ലീഡർ കൂടെ ഉണ്ട്. എല്ലാ പ്രചരണവും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ രാമനിലയത്തിൽ വരുമ്പോൾ ഒന്നുകൊണ്ട് ലീഡർ ഒന്ന് നമുക്ക് മാർക്കറ്റ് വരെ ഒന്ന് പോവാം, കാറിൽ പോയാൽ മതി. അപ്പോൾ നമ്മുടെ ചില സ്വതന്ത്ര ലീഡർ തന്നെ മാർക്കറ്റിൽ പോകണം. ഇവിടുത്തെ ആളുകളല്ലേ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞത് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ജനവികാരം നമ്മൾ കാണാതിരിക്കരുത്. അത് എങ്ങനെ എങ്ങോട്ട് പോകും? ഇപ്പോൾ നമ്മൾ ഇത്തവണ കണ്ടില്ലേ ഈ ധർമ്മടം, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പിണറായി വിജയന് വോട്ട് കുറയുമെന്ന്? അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെറുതാണോ അവിടെ? അദ്ദേഹത്തിൻ്റെ കരുത്ത്, ശക്തി, പാർട്ടിയുടെ ശക്തി ഉണ്ടായിട്ട് പോലും അദ്ദേഹം CPM പിറന്ന വീണയിടം താഴേക്ക് പോകുന്നു. പാർട്ടി പിറന്ന വീണ മണ്ണ്. അതെ, പാർട്ടി. അപ്പം ഇതൊക്കെ ജനങ്ങളുടെ മനസ്സ്
ഒരിക്കലും നമുക്ക് ചെറുതായിട്ട് കാണാൻ. അതായത് ശരിയാ, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മത്സരിച്ചപ്പോൾ പുതുപ്പള്ളിയിൽ പരാജയപ്പെട്ടത് 5000-6000 വോട്ടിനാണ്. അത്രേ ഉള്ളൂ. അല്ല, ഉമ്മൻചാണ്ടി ആരായിരുന്നു? നിറഞ്ഞു നിന്നതല്ലേ പുതുപ്പള്ളിയിൽ. പക്ഷേ ഉമ്മൻചാണ്ടി പോലും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങേക്ക് പിണറായി വിജയനുമായി മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നല്ല ബന്ധമാണെന്ന് അത് അങ്ങ് തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ പരാജയത്തിന് ശേഷം, ഇടതുപക്ഷ മുന്നണിയുടെ വലിയ പരാജയത്തിന് ശേഷം ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളും ഇടക്കിടക്ക് വിളിക്കാറുണ്ട്, കാണാറുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്? എന്താണ് അതൊക്കെ നമുക്കറിയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സല്ലേ. എങ്കിലും ചോദിച്ചു. അദ്ദേഹം ശാന്തനാണ്, അത് എനിക്ക് പറയാം. അദ്ദേഹം ശാന്തനാണ്, കൂൾ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചൊരു പരാജയം സംഭവിച്ചു എന്നുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ പ്രതീക്ഷയാണല്ലോ. ഞാൻ 70-നും 75-നും മധ്യേ ജയിക്കുമെന്ന് വിളിച്ചാണ്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും, പാർട്ടി ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനങ്ങളിൽ വന്നിരുന്നത് പറയുമ്പോഴും, പാർട്ടി സഖാക്കന്മാർ പറയുമ്പോഴും, മാധ്യമങ്ങൾ പറയുമ്പോഴും, കഴിഞ്ഞ ഒരു മാസക്കാലമായി, അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിനു ശേഷം പിണറായി വിജയൻ സഖാവിൻ്റെ ശരീരഭാഷയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല.